ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സവാളയൊന്നും വഴറ്റാതെയാണ് ഞാൻ ഈ ഒരു പെരട്ട് തയ്യാറാക്കുന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പെരട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ പെരട്ട് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ മാത്രം ഇത് ചൂടാക്കി എടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടികളുടെ മണവും നിറവും ഒക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഇത് ഈ സമയത്ത് തന്നെ ചീനച്ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം, ഇല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ വെച്ച് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ തന്നെ വെക്കുവാണെങ്കിൽ ചട്ടിയുടെ ചൂട് തട്ടി ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചൂടാക്കി വെച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് ഇത് നല്ലപോലെ ഒന്ന് ഞരടി എടുക്കണം. സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുന്നത് വരെ ഇതൊന്ന് ഞരടി എടുക്കാം. സവാള ഞാനിവിടെ നല്ലപോലെ ഞരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ഉരുളിയിലാണ് ഈ ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നുള്ളത്. ഈ ഒരു ചിക്കൻ പെരട്ടിൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കുമ്പം അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഉരുളി ചൂടാകുമ്പം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നത്. ഏത് ഓയിലിൽ വേണമെങ്കിലും തയ്യാറാക്കാം, പക്ഷെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പം ആ ഒരു നാടൻ ടേസ്റ്റ് ഇതിന് കിട്ടും. എണ്ണ നല്ലപോലെ ചൂടാകുമ്പം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഈ ഒരു ചിക്കൻ പെരട്ടിൽ തേങ്ങാ കഷ്ണങ്ങൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള സവാളയുടെയും ചിക്കൻ്റെ ഒക്കെ വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കൻ വെന്ത് വരണം. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് വേവിക്കുമ്പം ചിക്കനിലെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരും. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ വെന്ത് കിട്ടുന്നത് വരെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടക്കായിട്ട് ഇളക്കി ഇതൊന്ന് വരട്ടിയെടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇതുപോലെ കുറച്ചൊരു മസാല രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി നേരം ഒന്ന് വരട്ടിയെടുക്കാം. ഞാനൊരു ഇടത്തരം തരത്തിലാണ് ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് കുറച്ച് നേരം കൂടി ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ആ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു ചിക്കൻ പെരട്ടിന്. ഇനി ചിക്കൻ വാങ്ങിക്കുമ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.